മനുഷ്യൻ കൂട്ടമായി ജീവിക്കുന്നത് ശക്തമായ ആശയവിനിമയ ശേഷി ഉള്ളതുകൊണ്ടാണ്. മനുഷ്യന്മാരെ പോലെ തന്നെ മറ്റു പല ജീവികളും അവരുടേതായ വ്യത്യസ്തമായ രീതിയിലാണ് ആശയവിനിമയം നടത്തുന്നത്. അതിൽ ചില ജീവികളുടെ ആശയവിനിമയം വളരെ കൗതുകകരമാണ്. ഉദാഹരണത്തിന് പ്രത്യേക ആംഗ്യം കാണിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് ചിമ്പാൻസികൾ ആശയവിനിമയം നടത്തുന്നത്. സ്പർശനത്തിലൂടെയോ ചെറിയ ചിഹ്നം വിളികളിലൂടെയാണ് ആനകളും. ഇത്തരത്തിൽ വ്യത്യസ്ത രീതിയിൽ ആശയവിനിമയം നടത്തുന്ന ജീവികളാണ് ബോട്ടിൽ നോസ് ഡോൾഫിനുകൾ. സിഗ്നേച്ചർ വിസിലുകളാണ് ഡോൾഫിനുകൾ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നതെന്ന് നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോ ഡോൾഫിനുകളും വ്യത്യസ്ത രീതിയിലാണ് സിഗ്നേച്ചർ വിസിലുകൾ പുറപ്പെടുവിക്കുന്നത്. പുതിയ പഠനങ്ങൾ പ്രകാരം ഈ വിസിൽ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നതിനേക്കാൾ വിവരങ്ങൾ കൈമാറുന്നതിന് ഉപയോഗിക്കുന്നുവെന്ന് തെളിയിച്ചിട്ടുണ്ട്. പലതരം ആവശ്യങ്ങൾക്ക് പലതരം ശബ്ദങ്ങളാണ് ഈ ജീവികൾ ഉപയോഗിക്കുന്നത്. സിഗ്നേച്ചർ വിസിലുകൾ ചെറുപ്പം മുതൽ തന്നെ ഡോൾഫിനുകൾ പരിശീലിച്ചു വരികയും ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുകയും ചെയ്യും. നേരത്തെ മുതൽ ഇപ്പോൾ വരെയുള്ള സിഗ്നേച്ചർ വിസിലുകൾ പരിശോധിച്ചാൽ ഫ്രീക്വൻസി പാറ്റേണിൽ വ്യത്യാസമുണ്ടെന്ന് കാണാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്തെങ്കിലും അറിയിപ്പുകളോ വിവരങ്ങളോ കൈമാറാൻ ഉപയോഗിക്കുന്ന വിസിലുകളും വ്യത്യസ്തതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മനുഷ്യരുടെ ഒപ്പുകൾ പോലെ വ്യത്യസ്തമായതിനാലാണ് ഇതിനെ സിഗ്നേച്ചർ വിസിലുകൾ എന്ന് പറയുന്നത്.